യേശുവിൻ കുഞ്ഞുങ്ങളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ പാട്ടുകളൊക്കെ പഠിക്കുന്നുണ്ടോ? ഇതെല്ലാം ഓർത്തെടുക്കുന്നുണ്ടോ? കഥയൊക്കെ മനസ്സിലാകുന്നുണ്ടോ? അതോ ചുമ്മാതെ ഇരുന്ന് കളിച്ച് പഠിച്ചങ്ങ് പോവാണോ? അല്ല, യേശുവിൻ കുഞ്ഞുങ്ങൾ യേശുവുമായിട്ടുള്ള ബന്ധത്തിൽ എല്ലായ്പ്പോഴും വളർന്ന, എല്ലായ്പ്പോഴും നിലകൊള്ളുന്നവരാ. കാരണം നമ്മുടെ സങ്കേതം ക്രിസ്തുവാണ്. അങ്ങനെയെങ്കിൽ ക്രിസ്തുവിനെ നോക്കി നമുക്ക് യാത്ര ചെയ്യാം. അതിന് ദൈവം അവിടുന്ന് ഇടയാക്കട്ടെ. എല്ലാ മിടുക്കികളും മിടുക്കന്മാരും ഒരുമിച്ച് ചേർന്ന് പാട്ട് പഠിക്കണം. പഠിക്കുമോ? പാട്ട് പഠിക്കണം. യേശു ക്രിസ്തു എൻ്റെ നേതാവാണ്. ഈ ഭൂമിയിൽ ഏത് പ്രതികൂലങ്ങളെയും നേരിടാൻ എനിക്ക് കരുത്ത് തരുന്ന എൻ്റെ സങ്കേതം എൻ്റെ ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിനെ മുറുകെ പിടിക്കാം. ഓരോ പാട്ടും കഥയും നമുക്ക് ബലം നൽകുന്നതാകട്ടെ. നമുക്ക് ആദ്യത്തെ സെഗ്മെന്റിലേക്ക് പോകാം. ഒന്നായി പാടാം. ഹലോ കൂട്ടുകാരെ, വെൽക്കം അഗെയിൻ. നമുക്കിന്ന് ഒരു പുതിയ പാട്ട് പഠിച്ചാലോ? കഴിഞ്ഞ ആഴ്ചത്തെ പാട്ട് ഇഷ്ടമായിരുന്നല്ലേ എല്ലാവർക്കും? നല്ല മ്യൂസിക്കും ഒക്കെ ആയിട്ട് നല്ല ആക്ഷനൊക്കെ ഉണ്ടായിരുന്നു. എനിവേ, പുതിയൊരു പാട്ട് നമുക്ക് പഠിക്കാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ഹിന്ദി പാട്ടാണ്. ആവോ ആവോ ദേഖോ സെറ. യേശു വരുമ്പോൾ നമ്മൾ സ്വീകരിക്കുന്ന ഒരു പാട്ടാണ്. എന്നാൽ നമുക്ക് ആ പാട്ടൊന്ന് കേൾക്കാം. പാട്ട് പാടി അതിൻ്റെ കൂടെ പാടാൻ പറ്റുന്നവർ പാടുക. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. എല്ലാവരും ബോഡി ഒന്ന് സ്വിങ് ചെയ്തോ? ആ, കറക്റ്റ്, വെരി ഗുഡ്, गुड. 1 2 3 4. आओ आओ देखो जरा कौन आया है. आओ आओ देखो जरा यीशु आया है. आओ आओ देखो जरा कौन आया है. आओ आओ देखो जरा यीशु आया है. उसके पास क्या है? उसके पास क्या है? उसके पास प्यार 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 प्यार, बहुत सारा प्यार. उसके पास क्या है? उसके पास क्या है? उसके पास जीवन 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 बहुतायत से. आओ आओ देखो जरा कौन आया है. आओ आओ देखो जरा यीशु आया है. आओ आओ देखो जरा कौन आया है. आओ आओ देखो जरा यीशु आया है. उसके पास क्या है? उसके पास क्या है? उसके पास प्यार 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 प्यार, बहुत सारा प्यार. उसके पास क्या है? उसके पास क्या है? उसके पास जीवन 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 बहुतायत से. आओ आओ देखो जरा. और पाड़िके. आओ आओ देखो जरा यीशु आया है. उन्नोड़े. आओ आओ देखो जरा कौन आया है. आओ आओ देखो जरा यीशु आया है. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വരികളൊന്ന് പഠിച്ച് കളയാം. ഞാൻ പാടിത്തരുമ്പോൾ കൂടെ പാടിക്കണം. ഓക്കെ. आओ आओ देखो जरा कौन आया है. പഠിക്കേ. आओ आओ देखो जरा कौन आया है. കറക്റ്റ്. അടുത്തത് आओ आओ देखो जरा यीशु आया है. आओ आओ देखो जरा यीशु आया है. പിന്നെ उसके पास क्या है? उसके पास क्या है? उसके पास प्यार 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 प्यार, बहुत सारा प्यार. എളുപ്പമല്ലേ? അടുത്ത ലൈനും അതുപോലെ തന്നെ. उसके पास क्या है? उसके पास क्या है? उसके पास जीवन 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 बहुतायत से. ഇത്രയുമുള്ള വരികൾ. വളരെ സിമ്പിളാണ്. ഇതിൻ്റെ മീനിങ് എന്താണെന്ന് ചിലരൊക്കെ ചോദിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവും. നിങ്ങൾക്കൊരു ഡൗട്ടുണ്ട്. യേശു വരുന്നു അല്ലേ? ആരാണ് നമ്മുടെ അടുത്തേക്ക് വരുന്നത്? യേശുവാണ് നമ്മുടെ അടുത്തേക്ക് വരുന്നത്. യേശുവിൻ്റെ കയ്യിൽ എന്തോ ഉണ്ട്? പ്രത്യേകിച്ച് വലിയ സാധനങ്ങൾ, ഗിഫ്റ്റൊക്കെ ഉണ്ടോ? ഏറ്റവും വലിയ ഗിഫ്റ്റാണ് സ്നേഹം. യേശു നമുക്ക് തന്നിരിക്കുന്നത് വലിയ സ്നേഹമാണ്. അതിനോടൊപ്പം നമുക്ക് ഒരു സംഗതിയും കൂടെ തന്നിട്ടുണ്ട്, നിത്യജീവൻ എന്ന് പറയുന്ന സാധനം അല്ലേ, ഇറ്റേണൽ ലൈഫ്. സോ അത് ഒരുപാട് നമുക്ക് നൽകി തന്നിട്ടുണ്ട്. നമ്മളത് സ്വീകരിക്കാൻ റെഡിയാവുക. എങ്കിൽ പിന്നെ ഈ പാട്ട് തന്നെ നമുക്കൊന്ന് പാടുകയും അതിൻ്റെ ഒരു ആക്ഷനും കൂടെ അങ്ങോട്ട് കാണിച്ചാലോ? ഞാൻ ആക്ഷൻ കാണിക്കുമ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾക്കും ചെയ്യാം. ഓക്കെ, ദെൻ ലെറ്റ് us സ്റ്റാർട്ട്. അതിട്ടുണ്ട്. ഓക്കെ, എല്ലാവരും ബോഡി ഒന്ന് സ്വിങ് ചെയ്തോ? കറക്റ്റ്, വെരി ഗുഡ്, ഗുഡ്. 1 2 3 4. आओ आओ देखो जरा कौन आया है. आओ आओ देखो जरा यीशु आया है. आओ आओ देखो जरा कौन आया है. आओ आओ देखो जरा यीशु आया है. उसके पास क्या है? उसके पास क्या है? उसके पास प्यार 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 प्यार, बहुत सारा प्यार. उसके पास क्या है? उसके पास क्या है? उसके पास जीवन 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 बहुतायत से.
आओ आओ देखो जरा कौन आया है, आओ आओ देखो जरा यीशु आया है, आओ आओ देखो जरा कौन आया है, आओ आओ देखो जरा यीशु आया है। उसके पास क्या है, उसके पास क्या है, उसके पास प्यार 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 प्यार, बहुत सारा प्यार। उसके पास क्या है, उसके पास क्या है, उसके पास जीवन 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 बहुत आयत से। आओ आओ देखो जरा, ഉറക്കെ പാടിക്കേ, आओ आओ देखो जरा यीशु आया है। ഒന്നുകൂടെ, आओ आओ देखो जरा कौन आया है, आओ आओ देखो जरा यीशु आया है। വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. കൂട്ടുകാരൊക്കെ പാട്ട് റിപ്പീറ്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ആക്ഷനൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റി അല്ലേ? എങ്കിൽ പിന്നെ ഈ നല്ല പാട്ട് നിങ്ങൾ മറ്റ് കൂട്ടുകാർക്കൊക്കെ പറഞ്ഞു കൊടുക്കുക, സൺഡേ സ്കൂളൊക്കെ പോയി പാടി അടിച്ചു പൊളിക്കുക. ഓൾറൈറ്റ്, അങ്ങനെ നമുക്ക് ഹാപ്പി ആയിട്ട് ഇന്നത്തെ ഈ പാട്ട് സെഷൻ അങ്ങോട്ട് നിർത്താം. താങ്ക് യു വെരി മച്ച്. വീണ്ടും അടുത്ത ആഴ്ച പുതിയൊരു പാട്ടുമായിട്ട് നമുക്ക് കാണാം. ഓക്കെ, ബൈ, ഗുഡ് ബൈ, താങ്ക് യു. കുഞ്ഞുങ്ങളെ, ബട്ടർഫ്ലൈസിലെ പാട്ടുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണോ? പൂമ്പാറ്റകളെ പോലെ പാടിപ്പാടി ഓടി നടക്കണം. അത് അനുഗ്രഹമാണ്. ക്രിസ്തുവിനെ സാക്ഷീകരിക്കുന്ന തുല്യമാണ്. ഇവിടെ പഠിക്കുന്ന പാട്ടുകളെല്ലാം നിങ്ങൾ വീട്ടിൽ പാടണം, സ്കൂളിൽ പാടണം, സൺഡേ സ്കൂളിൽ പാടണം. കൂട്ടുകാർക്കും അപ്പച്ചനും അമ്മച്ചിക്കും മമ്മിക്കും പപ്പായെയും ഇത് പഠിപ്പിക്കണം. ഈ ചെറിയ ചെറിയ പാട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വെളിച്ചം നൽകുന്നതായി തീരട്ടെ. അതുകൊണ്ട് തന്നെയാണ് ഈ ടീം വലിയ ഒരു അധ്വാനം ചെയ്യുന്നത്. കുഞ്ഞുങ്ങളെല്ലാവരും ക്രിസ്തുവിൻ്റെ സാക്ഷികളായി തീരണം. ആ വലിയ സാക്ഷ്യത്തിന് വേണ്ടി ദൈവം ഒരുക്കട്ടെ. അടുത്ത സെഗ്മെൻറ്റിലേക്ക് പോകാം, കഥയിലൂടെ. ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? കഥകൾ കേൾക്കുന്ന ഇഷ്ടമല്ലേ? നമുക്ക് പുതിയൊരു കഥ കേൾക്കാം. ഇന്ന് നമ്മൾ കേൾക്കുവാൻ പോകുന്ന കഥ 2 കൂട്ടുകാരുടെ കഥയാണ്. അതായത് ഒരിടത്ത് 2 കൂട്ടുകാർ താമസിച്ചിരുന്നു. ഈ 2 കൂട്ടുകാർ എന്ത് ചെയ്തു? അവർക്കൊരു വലിയ ആഗ്രഹം, മനോഹരമായൊരു ഭവനം പണിയണം. നമുക്കും ആഗ്രഹമില്ലയോ? ഒരു നല്ല ഭവനം പണിയണമെന്ന്, മനോഹരമായ ഭവനം പണിയണമെന്ന് നമുക്കും ആഗ്രഹമില്ലയോ? ഇങ്ങനെ ഈ 2 കൂട്ടുകാരും ആഗ്രഹിച്ചു, നമുക്ക് 2 പേർക്കും മനോഹരമായ ഒരു ഭവനം പണിയണം. അങ്ങനെ ഈ ഭവനം പണിയുവാൻ ആവശ്യമായ എല്ലാ സാധന സാമഗ്രികളും അവർ സംഘടിപ്പിച്ചു. ഭവനം പണിയണമെങ്കിൽ എന്തൊക്കെ വേണം, എന്തെല്ലാം സാധനങ്ങൾ വേണമില്ലയോ? നമുക്കറിയത്തില്ലയോ? അങ്ങനെ ആവശ്യം വേണ്ട എല്ലാ സാധനങ്ങളും ഇവർ സംഘടിപ്പിച്ചു. അങ്ങനെ ഒരുത്തൻ പറഞ്ഞു, ഞാൻ ഇവിടെ ഈ പാറമേൽ മനോഹരമായ ഒരു ഭവനം പണി. അങ്ങനെ അവൻ കഷ്ടപ്പെട്ട് പാറമേൽ ഭവനം പണിയണമെന്നുണ്ടെങ്കിൽ വളരെ കഷ്ടപ്പാടാ, അതിനൊത്തിരി പണിയാ. അങ്ങനെ അവൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ആ പാറമേൽ മനോഹരമായ ഒരു ഭവനം പണിതു. എന്നാൽ മറ്റേ കൂട്ടുകാരൻ എന്ത് ചെയ്തു? അവനൊരല്പം മടിയുള്ളവനായിരുന്നത് കൊണ്ട് അവൻ എന്ത് ചെയ്തു? അവൻ പാറമേലൊന്നും ഭവനം പണിയുവാനായിട്ട് പോയില്ല. അവൻ നോക്കിയപ്പോൾ അപ്പുറത്ത് മണൽ കണ്ടു. ആ മണലിന്മേൽ ഭവനം പണിയുന്നത് വളരെ എളുപ്പമായിരുന്നത് കൊണ്ട് അവൻ എന്ത് ചെയ്തു? ആ മണലിൽ ഒരു ഭവനം അവനും പണിതു. അങ്ങനെ 2 പേരും മനോഹരമായ ഭവനത്തിൻ്റെ പണികളൊക്കെ പൂർത്തീകരിച്ചു. ആ ഭവനത്തിൽ 2 പേരും താമസം ആരംഭിച്ചു. അങ്ങനെ അവർ താമസിക്കുമ്പോൾ ഒരു ദിവസം ശക്തമായ കാറ്റും മഴയും വന്നു. ശക്തമായ കാറ്റും മഴയും വന്നപ്പോൾ എന്ത് സംഭവിച്ചു? നമുക്കറിയാം, കാറ്റും മഴയും വരുമ്പോൾ വെള്ളപ്പൊക്കം വരും. വെള്ളപ്പൊക്കം വന്നപ്പോൾ പാറമേൽ പണിത ഭവനം അതുപോലെ ഉറച്ചവിടെ നിന്നു. എന്നാൽ മണലിന്മേൽ പണിത ഭവനത്തിന് എന്ത് സംഭവിച്ചു കാണും? ആ വെള്ളത്തോടൊപ്പം അതും ഒലിച്ചുപോയി. അവൻ്റെ അധ്വാനം അവിടെ ആ വെള്ളത്തോട് ഒലിച്ചു പോകുവാനായിട്ട് കാരണമായി തീർന്നു. എന്തുകൊണ്ടാണ് അവൻ്റെ ഭവനം ഒലിച്ചു പോകുവാൻ ഇടയായി തീർന്നത്? അവൻ്റെ ഭവനം ഉറപ്പില്ലാത്ത ഇടത്തായിരുന്നു പണിതിരുന്നത്. എന്നാൽ പാറമേൽ പണിതവനോ അവൻ്റെ അടിസ്ഥാനം ഉറപ്പുള്ളിടത്തായിരുന്നു അവൻ ഭവനം പണിതത്. ഈ കഥയിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാകുന്നത്? ജീവിതത്തിൽ
അടിസ്ഥാനം ഉറപ്പുള്ള ഇടങ്ങളിൽ ക്രമീകരിപ്പാൻ നമ്മളെ കൊണ്ട് സാധ്യമായി തീരേണ്ടത് ആവശ്യമാണ്. നമ്മുടെ അടിസ്ഥാനം നമ്മൾ എവിടാ ക്രമീകരിക്കുന്നത്? നമ്മുടെ യേശു കർത്താവിൽ നമ്മുടെ അടിസ്ഥാനത്തെ ഉറപ്പിക്കുവാൻ നമ്മളെ കൊണ്ട് സാധ്യമായി തീരണം. നമ്മുടെ കർത്താവിൽ നമ്മുടെ അടിസ്ഥാനം ഉറപ്പിക്കുവാൻ നമ്മളെ കൊണ്ട് സാധ്യമായി തീർന്നാൽ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും കടന്നു വരുമ്പോൾ ഒരിക്കലും ഭയപ്പെട്ടു പോകാതെ, ചഞ്ചലപ്പെട്ടു പോകാതെ, അടിയുറച്ച് ധൈര്യത്തോടെ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും തരണം ചെയ്യുവാൻ നമ്മളെ കൊണ്ട് സാധിക്കും. പരീക്ഷകളുണ്ടാകുമ്പോൾ, പരീക്ഷണങ്ങളുണ്ടാകുമ്പോൾ പതറിപ്പോകാതെ നിൽക്കണമെന്നുണ്ടെങ്കിൽ നാം ഓരോരുത്തരും അടിസ്ഥാനം ആരിലായിരിക്കണം ക്രമീകരിക്കേണ്ടത്? നമ്മുടെ യേശു കർത്താവിൽ നമ്മുടെ അടിസ്ഥാനങ്ങളെ ക്രമീകരിക്കുവാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. അങ്ങനെയെങ്കിൽ നമ്മുടെ ഓരോ കുഞ്ഞുങ്ങളും അടിസ്ഥാനം ആരിലാണ് ഉറപ്പിക്കേണ്ടത്? യേശു കർത്താവിലാണ്. നമ്മുടെ അടിസ്ഥാനത്തെ ക്രിസ്തുവിൽ ഉറപ്പിക്കുവാൻ, ക്രിസ്തു നമ്മുടെ അടിസ്ഥാനമായി നിൽക്കുമ്പോൾ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും തരണം ചെയ്യുവാൻ നമ്മളെ കൊണ്ട് സാധ്യമായി തീരും. അങ്ങനെയെങ്കിൽ നമ്മുടെ അടിസ്ഥാനങ്ങളെ നമുക്കൊന്ന് ക്രമീകരിക്കാം. കർത്താവ് നമ്മുടെ അടിസ്ഥാനമായി തീർന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തെ മുൻപോട്ട് നയിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. അങ്ങനെയെങ്കിൽ ഈ കഥ എല്ലാവർക്കും ഇഷ്ടമായോ? ദൈവത്തോട് ചേർന്ന് നമ്മുടെ ജീവിതങ്ങളെ നമുക്കൊന്ന് ക്രമീകരിക്കാം. അതിന് ദൈവം നമ്മളെ ഓരോരുത്തരെയും ഇടയാക്കട്ടെ. വീണ്ടും കഥയുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ. കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ വീട് നിങ്ങൾ പണിത് കണ്ടായിരുന്നോ? ഇപ്പം നമ്മൾ കേട്ട കഥയ്ക്കകത്ത് 2 വീട്. നമ്മുടെ വീടിന് നമ്മൾ പറയും എനിക്ക് എൻ്റെ ബെഡ്റൂം, എൻ്റെ ബാത്റൂം, എനിക്ക് കളിക്കാനുള്ള പ്ലേ ഏരിയ. ഇവിടെ 2 പേര് വീട് പണിതു. ഒരാൾ പാറമേൽ, ഒരാൾ മണലിന്മേൽ. 2 പേർക്കും പ്രതിസന്ധി ഒരുപോലായിരുന്നു. പക്ഷെങ്കിൽ മണൽമേൽ വീട് പണിതെല്ലാം പടപടപടാന്ന് തറയെ പോയപ്പോൾ ഇപ്പോഴത്തെ പാറമേൽ പണിത വീട് ഉയർന്നു നിന്നു. ക്രിസ്തുവിൽ പണിയപ്പെടുന്ന എല്ലാ വീടും ഭവനവും ഉയർന്നു നിൽക്കും. ക്രിസ്തുവില്ലാതെ പണിയപ്പെടുന്ന ഭവനം തകർന്നു പോകും. കുഞ്ഞുങ്ങളെ, നമ്മുടെ അറിവ്, കഴിവ്, മിടുക്ക്, പ്രാപ്തി, വിദ്യാഭ്യാസം എല്ലാ ദൈവിക ദാനം. അത് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ പാറമേൽ പണിയപ്പെട്ടെങ്കിൽ മാത്രമേ അത് സഭയ്ക്കും സമൂഹത്തിനും ഉപകാരപ്പെടത്തുള്ളൂ. അങ്ങനെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത സെഗ്മെന്റിലേക്ക് നമുക്ക് പോകാം. കേൾക്കാം, അനുസരിക്കാം. Wow! Who are you, so beautiful bird? Thank you. ഞാനേ ഗോൾഡൻ ഗേഡ് ആണ്. Oh, golden bird. ഞാൻ ആദ്യം കാണുക. യു ആർ സോ ബ്യൂട്ടിഫുൾ. അല്ലേ കൂട്ടുകാരെ? എത്ര മനോഹരമായ ഒരു പക്ഷിയാണ് നമ്മുടെ മധ്യത്തിൽ വന്നിരിക്കുന്നത്. താങ്ക് യു കൂട്ടുകാരി. ആട്ടെ, നിനക്കാരാ ഈ നിറം തന്നേ? ദൈവം. God gave me this color. വാട്ട് എ ബ്യൂട്ടിഫുൾ കളർ. നീ എന്തിനാ ഈ കളറൊക്കെ ധരിച്ച് ഇപ്പോൾ ഇവിടെ വന്നേ? ഞാനേ എന്നെ കുറിച്ച് പറയാനാ. ഹെവൻ. ഓ, ഹെവൻ, സ്വർഗം. അത് ഈ പക്ഷിയെപ്പോലെ സ്വർണ്ണ നിറമുള്ളതാ. അവിടുത്തെ തെരുവീതികൾ സ്വർണ്ണമാ, അല്ലേ? ഞാനേ സ്വർഗത്തെ പ്രതിനിധീകരിക്കുകയാണ്. ആ, സ്വർഗത്തെ പ്രതിനിധീകരിക്കുകയല്ലേ? ഓ, സോ ബ്യൂട്ടിഫുൾ. നീ സ്വർഗത്തിൽ പോയിട്ടുണ്ടോ? ഞാൻ സ്വർഗത്തിൽ നിന്നാ വരുന്നേ. ആണോ? സ്വർഗത്തിൽ നിന്നാണോ വരുന്നത്? സോ ബ്യൂട്ടിഫുൾ പ്ലേസ്. സോ ബ്യൂട്ടിഫുൾ പ്ലേസ്. ഓക്കെ കൂട്ടുകാരെ, സ്വർഗം അതിമനോഹരമാണ്. വചനം നമ്മെ പഠിപ്പിക്കുന്നത് സ്വർഗം സ്വർണം കൊണ്ട് നിർമ്മിതമാണ്. മനോഹരമായ രമ്യഹർമ്മങ്ങൾ, മനോഹരമായ വീഥികൾ, മനോഹരമായ പൂന്തോട്ടം. ഈ ഗോൾഡൻ ബേർഡിനെ പോലെ അതിമനോഹരമാണ്. നിങ്ങൾക്ക് ഈ സ്വർഗത്തിൽ പോകാനായിട്ട് താല്പര്യമുണ്ടോ? കൂട്ടുകാരി, അവിടെ എല്ലാ സ്വർണ്ണമാണ്. നിങ്ങളെല്ലാം സ്വർഗത്തിൽ വരണേ, എൻ്റെ കൂടെ കളിക്കണേ. പക്ഷേ ജീവിതത്തിൽ വിശുദ്ധി ഉണ്ടാകണം.
ജീവിതത്തിൽ വിശുദ്ധി ഉണ്ടാകണം. എന്താ വിശുദ്ധി? എന്റെ കൂട്ടുകാരൻ വരുന്നുണ്ട് എന്റെ പിറകെ വിശുദ്ധിയെക്കുറിച്ച് പറയുന്നേ. ഓ, കൂട്ടുകാരൻ വരുന്നു. ഇനിയും വേറെ പക്ഷികൾ വരുന്നുണ്ടോ? കൂട്ടുകാരെ, ഇന്ന് പക്ഷികൾ ഒരു കൂട്ടമാണ് നമ്മുടെ കൂട്ടത്തിൽ കേട്ടോ. നമുക്ക് ഒരുങ്ങാം, നമുക്ക് കാത്തിരിക്കാം, നമുക്ക് വിശുദ്ധിയെ കാണാം. ഓക്കേ, മറക്കല്ലേ, സ്വർഗത്തിൽ വരണേ. ഓ, ഇതാരായി വരുന്നേ? ഹലോ ഹലോ, ഞാനാണ് ഹോളിനെസ്. ഓ, വിശുദ്ധിയുടെ പക്ഷി. ഓക്കെ, നിന്നെ ഞാൻ പള്ളി കണ്ടിട്ടുണ്ടല്ലോ. യാ, ഞാൻ പള്ളികളിൽ വന്നിരിക്കാറുണ്ട്. ഓക്കെ, അതെന്താ നീ പള്ളി വന്നിരിക്കുന്നത്? ചർച്ച് ഈസ് എ ഹോളി പ്ലേസ്. ആ, ചർച്ച് ഒരു വിശുദ്ധ സ്ഥലമാണ്. നീ വിശുദ്ധി ഉള്ളിടത്ത് ഇരിക്കാറുള്ളോ? യെസ്, ഞാൻ വിശുദ്ധിയുടെ കക്ഷിയല്ലേ. എൻ്റെ ദേഹം എല്ലാം വിശുദ്ധമല്ലേ. ആട്ടെ, നിനക്ക് എങ്ങനാ ഈ വിശുദ്ധി കിട്ടിയത്? ഗോഡ് ഗേവ്. ഓ, ദൈവം തന്നു അല്ലേ? ദൈവം എല്ലാവർക്കും വിശുദ്ധി കൊടുക്കുമോ? വിശുദ്ധി ആഗ്രഹിക്കുന്ന എല്ലാവർക്കും വിശുദ്ധി ദൈവം നൽകും. അച്ഛനും വൈറ്റല്ലേ? ആഹാ, അച്ഛനും വൈറ്റായിട്ടേക്കുന്നത്. കുഞ്ഞുങ്ങളെ, ഈ വിശുദ്ധി ദൈവം നൽകുന്നതാണ്. ഈ ബേർഡിനെ പോലെ വിശുദ്ധ ജീവിതം നയിക്കുവാനായിട്ട് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുക. പക്ഷെ പലപ്പോഴും നമ്മുടെ അനുസരണക്കേടും ചീത്ത വാക്കുകളും ദോഷപ്രവൃത്തികളൊക്കെ നമ്മുടെ ഈ വെള്ള ശരീരത്തെ മലിനമാക്കി തീർക്കുന്നുണ്ട്. നിന്റെ ശരീരത്തിൽ എന്തെങ്കിലും സ്പോട്ടോ അഴുക്കോ വല്ലതും ഉണ്ടോ? അച്ഛൻ നോക്കിക്കേ. ഒന്നും കാണാനില്ല. വിശുദ്ധി ജീവിതം, വിശുദ്ധിയുടെ ജീവിതം അത് നയിക്കാൻ വിളിക്കപ്പെട്ടു. പക്ഷേ അടുത്ത പക്ഷേ നമ്മളെ സൂചിപ്പിക്കും ഈ വൈറ്റിൽ വരുന്നതായിരിക്കുന്ന അടയാളങ്ങൾ, അപകടങ്ങൾ, പാപങ്ങൾ. അതിനനന്തഫലമായി ഇന്ന് വിശുദ്ധി നഷ്ടപ്പെടുകയാണ്. ഓ, നീ ആരാ? കാക്കയാണോ? ഞാൻ കാക്കയല്ല. പിന്നെ നീ ആരാ? ഞാനാണ് ബ്ലാക്ക് ഗേൾ. ബ്ലാക്ക് ഗേൾ. എന്തോന്നാ? ബ്ലാക്ക് ഗേൾ. ബ്ലാക്ക് ബേർഡ്. ഓ, നീ എങ്ങനെ ഈ കറുത്ത് പോയേ? ഞാനേ കറുത്ത് പോയത് കൊണ്ടാ കറുത്തത്. അല്ല, എങ്ങനെയാ നീ കറുത്തത്? ഇവിടെ ഗോൾഡൻ ബേർഡ് വന്നു, വൈറ്റ് ബേർഡ് വന്നു, പക്ഷെ നീ മാത്രം കറുത്തു പോയല്ലോ. ഞാനേ ജീവിതത്തിൽ തെറ്റ് ചെയ്തു. ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് ചെയ്തു. ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് ചെയ്യുമ്പോൾ ദൈവം എനിക്ക് കറുത്ത നിറം തന്നു. ഞാൻ ഒരു സിന്നറാ. ഓ, സിന്നറാ. കുഞ്ഞുങ്ങളെ, പാപം ചെയ്യുമ്പോൾ നമ്മൾ ഇതുപോലെ വിശുദ്ധി നഷ്ടപ്പെടും. കൊച്ചു കൊച്ചു പാപങ്ങൾ നമ്മുടെ ശരീരത്തിൽ കൊച്ചു കൊച്ചു കറകൾ ഏൽപ്പിക്കും. ആ കൊച്ചു കൊച്ചു കറകൾ വലുതായി 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 നമ്മളെ മുഴുവൻ കറുത്ത നിറത്തിലേക്ക് കൊണ്ടുപോകും. ബ്ലാക്ക് സൂചിപ്പിക്കുന്നത് പാപത്തെയാണ്. ആട്ടെ, നിനക്ക് കളറൊന്ന് മാറണ്ടേ? യെസ്, എനിക്ക് കളറൊന്ന് മാറണം. എങ്ങനെ മാറും? ഐ ഡോണ്ട് നോ. ഈ ബ്ലാക്ക് കളറ് മാറുന്നത് എങ്ങനെയെന്ന് എനിക്കറിയില്ല. നീ പേടിക്കണ്ട. ഏത് ബ്ലാക്ക് കളറിനെയും വൈറ്റ് ആക്കുന്ന ഒരു മരുന്ന് അച്ഛൻ അറിയാം. എന്താ അത്? ടെൽങ്ങി കറഞ്ഞേ. യേശുവിൻ്റെ രക്തത്താൽ നീ കഴുകൽ പ്രാപിക്കുമ്പോൾ നിൻ്റെ ഈ കറുപ്പെല്ലാം മാറി, നിൻ്റെ അഴുക്കെല്ലാം മാറി, നീ ശുദ്ധനായിത്തീരും. റിയലി? റിയലി. നമുക്ക് വെയിറ്റ് ചെയ്യാം, നമുക്ക് വിളിക്കാം. റെഡ് ബേർഡിനെ നമുക്കൊന്ന് വിളിക്കാം. Where is he? Tell him to come. Call him. ഓക്കെ, നമുക്കവനെ വിളിക്കാം. കൂട്ടുകാരെ, ഇതാ വരുന്നു നമ്മുടെ അടുത്ത കൂട്ടുകാരൻ. ഹായ് റെഡ് ബേർഡ്. ഹായ് അച്ഛൻ. ഹായ് കൂട്ടുകാരി. ആട്ടെ ബേർഡ്, നീ എങ്ങനെ റെഡായത്? I am representing Jesus. Blood of Jesus. ഓ, ബ്ലഡ് ഓഫ് ജീസസ്. യേശുവിന്റെ രക്തം
യേശുവിന്റെ രക്തം. ഓ, യേശുവിൻ്റെ രക്തം. നീ യേശുവിൻ്റെ രക്തത്തിൽ കഴുകിയോ? നിന്നെ മുഴുവൻ ചുമന്നിരിക്കുന്നല്ലോ. Yes, അച്ഛൻ. Washed in the blood of Christ. ഓ, യേശുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ചല്ലേ? യേശുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ചാൽ എന്ത് സംഭവിച്ചു? എൻ്റെ ബ്ലാക്ക് കളറെല്ലാം മാറിപ്പോയി. ഓ, ബ്ലാക്ക് കളറെല്ലാം മാറിപ്പോയി. ഞാൻ റെഡായി തീർന്നു. ഓ, ഞാൻ റെഡായി തീർന്നു. ആട്ടെ, ഈ റെഡ് കൊണ്ട് എന്താ പ്രയോജനം? ഞാനേ വിശുദ്ധിയെ തികച്ചുകൊണ്ടിരിക്കുക. ഞാനിനി വൈറ്റ് ഗേഡായിട്ട് മാറും. ഓ, നീ വൈറ്റ് ബേർഡായിട്ട് മാറും. എന്നിട്ട് ഞാൻ ഗോൾഡൻ ഗേഡിനെ പോലെ സ്വർഗത്തിൽ ചെല്ലും. ഓ, ഗോൾഡൻ ബേർഡിനെ പോലെ സ്വർഗത്തിൽ ചെല്ലും. കൂട്ടുകാരെ, സ്വർഗത്തിൽ പോകാൻ ഇഷ്ടമില്ലേ? യേശുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിക്കണം. യേശുവിൻ്റെ രക്തത്തിൽ കുളിച്ച് ശുദ്ധിയായി തീരുമ്പോൾ നമ്മൾ വിശുദ്ധീകരിക്കപ്പെടും, സ്വർഗത്തിൻ്റെ അവകാശികളായിത്തീരും. ഈ പക്ഷികൾ നമ്മെ ഓർപ്പിച്ച പ്രകാരം കറുപ്പിൻ്റെ അനുഭവത്തിൽ നിന്ന് വെളിച്ചത്തിലേക്കും അവിടെ നിന്ന് വിശുദ്ധിയുടെ അനുഭവത്തിൻ്റെ പൂർണ്ണതയായ സ്വർഗത്തിലേക്കും നമുക്ക് പ്രവേശിപ്പാൻ ഒരുങ്ങാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഓ, എത്ര നിറമുള്ള കിളികളെയാ കണ്ടത്. ഗോൾഡൻ, റെഡ്, യെല്ലോ, ബ്ലാക്ക്, ഗ്രീന്. ഓ, എല്ലാത്തിൻ്റെയും കണ്ടന്റ് മനസ്സിലായോ? മനസ്സിലായി? യെസ്, എല്ലാത്തിൻ്റെയും കണ്ടന്റ് എന്ന് പറയുന്നത് ടു ബി വിത്ത് ക്രൈസ്റ്റ്. ദൈവവുമായിട്ടുള്ള ഒരു അഭേദ്യ ബന്ധം എൻ്റെ കുഞ്ഞുങ്ങൾക്കുണ്ടാകണം. ഞാൻ കാണുന്നത് ക്രിസ്തുവിന് വേണ്ടി കാണുന്നു, ഞാൻ ചെയ്യുന്നത് ക്രിസ്തുവിന് വേണ്ടി ചെയ്യുന്നു, ഞാൻ പ്രവർത്തിക്കുന്നത് ക്രിസ്തുവിന് വേണ്ടി പ്രവർത്തിക്കുന്നു, ഞാൻ നിലകൊള്ളുന്നത് ക്രിസ്തുവിന് വേണ്ടി. അങ്ങനെയെങ്കിൽ യേശുവിൻ കുഞ്ഞുങ്ങളെല്ലാവരും കുടുംബമായി ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. അടുത്ത സെഗ്മെന്റിലേക്ക് പോകാം. പാടാം, നേടാം. കുഞ്ഞുങ്ങളെ, ഇവിടെ കുഞ്ഞുങ്ങൾ പാട്ട് പാടുന്നത് കേട്ടപ്പോൾ ഒരാഗ്രഹമുണ്ടോ എൻ്റെയും വീഡിയോ വരണമെന്ന്? ആഗ്രഹം ഉണ്ടെങ്കിൽ പറഞ്ഞേ. ഉണ്ട്. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഇതേ ഫോമിൽ പിടിച്ച് പാട്ട് റെക്കോർഡ് ചെയ്യണം. 2 മിനിറ്റിൽ കുറയാത്ത ഒരു പാട്ട് റെക്കോർഡ് ചെയ്ത് താഴെ കാണുന്ന നമ്പറിൽ അയച്ചു തരാമെങ്കിൽ അടുത്ത സെഗ്മെൻറ്റിൽ നിങ്ങളുടെ പാട്ട് ഉൾപ്പെടുത്തുന്നതായിരിക്കും. തയ്യാറാണോ? അങ്ങനെയെങ്കിൽ അടുത്ത ആഴ്ച കാണും വരെ ബൈ ബൈ.